അവിടെ എത്തിക്കഴിഞ്ഞാൽ തറവാട്ട് നമുക്ക് അധികം വീഡിയോ എടുക്കൽ പരിപാടികൾ നടക്കൂല. കാരണം ഒരുപാട് ആൾക്കാർ വരുന്ന ആൾക്കാർ. അപ്പൊ എന്നോട് ചോദിച്ചമ്മ എന്താണ് നമ്മൾ ചെയ്യേണ്ടി അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ എന്തും ചെയ്തോളി. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടല്ലാണ്ട് ഇപ്പൊ ചെവിയും കൊണ്ടായിട്ടൊന്നല്ലേ. വീഡിയോ എന്താ പറയാ, വീഡിയോയില് മുഖം കാണിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. പണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ചിക്കൻ ബിരിയാണി വീടുകളിലൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞാല് എപ്പോഴെങ്കിലും ഒക്കെ ആയിരുന്നു. അല്ല ഇത് വീഡിയോ ആണ്, ഫോട്ടോ അല്ല. ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ്, ഇന്ന് ഏതായാലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നബിദിന ആശംസകൾ. ആൻഡ് ഓണത്തിന്റെ നമ്മൾ പറഞ്ഞതാണല്ലോ മുമ്പിലെ. അപ്പം പിന്നെ ഇന്ന് നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയാം, നമ്മൾ വ്ളോഗ് ആദ്യം മുതൽ കണ്ട എല്ലാവർക്കും അറിയാം, നമ്മൾ നോമ്പിന് നബിദിനത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മൾ എല്ലാവരും കൂടിയിട്ട് പായസവും അതുപോലെ അങ്ങനെ കുറെ പരിപാടികൾ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. പക്ഷെ ഇത് ഈ പ്രാവശ്യം എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചമ്മ എന്താണ് നമ്മൾ ചെയ്യേണ്ടി അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ എന്തും ചെയ്തോളി, നമ്മളുണ്ട് കട്ടക്ക് എന്നൊക്കെ പറഞ്ഞിക്കണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ നമുക്ക് ഒറ്റക്ക് തന്നെ ചെയ്യുമ്പോൾ വരുന്ന പ്രാവശ്യവും ബാക്കിയുള്ളവരും എല്ലാവരും കൂടുമ്പോൾ അതെ കൊടുക്കണമെന്ന്. അതെ, അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടല്ലാണ്ട് ഇപ്പൊ ചെവിയും കൊണ്ടായിട്ടൊന്നല്ലേ. അല്ല അതല്ല പായസമല്ല, അതൊന്നും സീനുള്ള കാര്യമല്ല. പക്ഷെ എന്നാലും എല്ലാവരോടും കൂടി കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രസമുള്ളത്. അതുപോലെ തന്നെ എല്ലാവരും വരണം, വീട്ടിലേക്ക് എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും വരിക, അങ്ങനെയൊക്കെ എല്ലാവരും. അപ്പൊ എല്ലാവരോടും ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ എന്നോട് ചോദിച്ചു ഉമ്മ എന്താണ് നീ തരുന്നതെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ് അമ്മ സെറ്റാക്കും, നിങ്ങൾ പരിപാടി തുടങ്ങിക്കോളൂ. അതെ, അപ്പൊ ഞാൻ വിചാരിച്ച് എല്ലാവരും കൂടിയിട്ട് ഇപ്പൊ കഴിയാത്ത എത്ര കഴിഞ്ഞാൽ അത് നമുക്ക് കൊടുക്കാന്നാണ് വിചാരിച്ചത്. അപ്പൊ നമുക്ക് പായസം കൊടുക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ലൈറ്റ് വന്നത് ആദ്യമൊക്കെ മറ്റേ ഓലന്റെ കുരുത്തോല ഇങ്ങനെ കെട്ടി അതൊക്കെ അറിയാം. ഈന്തോല, ഈന്തിന്റെ പട്ടല്ലേ, ഈന്തിന്റെ പട്ടയൊക്കെ. പക്ഷെ അതൊക്കെ രസമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഒരു നബിദിനത്തിന്റെ ആ ഒരു വൈബ് കിട്ടണമെങ്കിൽ തലേ ദിവസം കല്യാണമാണെങ്കിലും എന്ത് ആഘോഷ പരിപാടികളാണെങ്കിലും തലേന്നാണ് സംഭവം രസം. അന്ന് രസമില്ലായി അല്ല പറയാ, നമ്മളായിട്ട് സംസാരിക്കാണ്. അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പൊ നമുക്ക് ഞങ്ങൾ അങ്ങനെ പോവല്ല ഇപ്പൊ നിക്കാനൊന്നും. ഒന്നാമത് വീഡിയോ എടുക്കലും തിരക്കും കാര്യമൊക്കെ ആയിട്ട് പിന്നെ അങ്ങനല്ലേ. അതെ, പിന്നെ സൗണ്ടിൽ ചെറിയ പ്രശ്നം ഉണ്ടാവും. കാരണം മൈക്ക് നമ്മള് വണ്ടിയിൽ വെച്ച് മറന്നുപോയി. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ ആവശ്യം ഇന്നലെ പോയിക്കാണ് അവിടെ കൂടാന്, പനിയും മരുന്നും കുപ്പിയൊക്കെ ആയിട്ട് പോയതാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓളവിടെ നോക്കുമ്പോ ഞാൻ ഫുഡൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കട്ടെ വിചാരിച്ച്. ആവശ്യമില്ലാത്തത് കൊണ്ട് ക്ഷമിക്ക്. ഭയങ്കര എന്താ പറയാ സുഖമാണ് ഇവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാൻ. ബാക്കി ഇല്ലെങ്കിൽ ഒരു 24 മണിക്കൂറിൽ നമ്മൾ ഇവിടെ എന്താ പറയാ ആവശ്യമുള്ള 20 മണിക്കൂറാണെങ്കിൽ അതിൽ 19 മണിക്കൂർ ആവശ്യത്തിന് വേണ്ടി ചെലവാക്കണം. 1 മണിക്കൂറേ നമുക്ക് കിട്ടും. അങ്ങനല്ല, എല്ലാ അമ്മമാർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഇതാക്കണ നമ്മളിപ്പം അങ്ങോട്ട് പോകുമ്പോ ഇതാക്കണ ഓലിപ്പോ കൊറേ പണിയൊക്കെ അടുപ്പൊക്കെ ഉണ്ടാക്കണ്ടേ, കല്ലൊക്കെ കൊണ്ടുവന്ന് വലിയ അടുപ്പൊക്കെ ഉണ്ടാക്കണം. പിന്നെ ചെമ്പെടുക്കലും ഒന്നിച്ചാട് പോയിട്ട് കഴിക്കാന്ന്. ഫുഡൊന്നും ഉണ്ടാക്കിയില്ല, ഫുഡ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് വരാന്ന് പറഞ്ഞതാണ്. നല്ല സ്പ്രിങ് കറി വെച്ചിട്ടുണ്ട്. അതെ, കാരണം ബ്രോയിലർ ചിക്കൻ അവർക്ക് അങ്ങനെ വലിയ ലയിക്കില്ല. അപ്പൊ പിന്നെ സ്പ്രിങ് കറി വെച്ചതാണ്. സ്മെല്ലും കൂടെ തുറന്നപ്പോ ആ സ്മെല്ലും കൂടെ വന്നത്, ചിക്കന്റെ കറിന്റെ സ്മെല്ല് അടിപൊളി. അപ്പൊ ഏതായാലും പിന്നെ ഇന്ന് രാവിലെ ആഴ്ച വാങ്ങിയാൽ നൂൽപ്പിട്ടാവും കണ്ടെടുക്കട്ടെ. ഓൾ തിന്നോട്ടെ, വെറുതെ വേസ്റ്റ് ആകട്ടെ. അപ്പൊ നമ്മൾ നാളെ നബിദിനൊക്കെ കഴിഞ്ഞ് പരിപാടി ഘോഷയാത്രയിലൊക്കെ പങ്കെടുത്ത്. ഞങ്ങൾക്ക് ഇവിടെ ലേഡീസിന് അങ്ങനെ ഘോഷയാത്ര ഇവിടെ ഇല്ല, അതില്ല. പെണ്ണുങ്ങൾക്ക് ഘോഷയാത്ര കാണാനൊക്കെ മക്കളെ സ്വന്തം മക്കളെ പരിപാടി കാണാൻ ഒരുപാട് പാരന്റ്സുകൾ വരും. അങ്ങനെ കുറച്ച് പരിപാടികളാണ് ഇവിടെ എല്ലായിടത്തും അങ്ങനെ തന്നെ ഉണ്ടാവുക. എനിക്ക് തോന്നുന്നത് ചില സ്ഥലത്ത് ഇന്നിപ്പോ നബിദിനാണ്, നാളെ ആയിരിക്കും ചിലപ്പം പരിപാടി. പിന്നെ വെള്ളിയാഴ്ച അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ച ആണ്. ഇന്നാണ് നമ്മുടെ ഓണവും നബിദിനവും രണ്ടും ഒന്നാണ്. നാളാണ് മദ്രസിലെ പരിപാടികളും പായസം കൊടുക്കലും പരിപാടികളൊക്കെ നാളാണ്. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇവിടുന്ന് പോണ സമയത്ത് ഇവിടുന്ന് ഇറങ്ങുന്നവർക്ക് ഫുഡ് കൊടുക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും ഒക്കെ കൂടി കാണിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചാണ്. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ തറവാട്ട് നമുക്ക് അധികം വീഡിയോ എടുക്കൽ പരിപാടികൾ നടക്കൂല. കാരണം ഒരുപാട് ആൾക്കാർ
വരുന്ന ആൾക്കാർ. അപ്പൊ വീഡിയോ എന്താ പറയാ, വീഡിയോയില് മുഖം കാണിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം നമ്മൾ ആരെയും ഡിസ്റ്റർബ് ആക്കരുതല്ലോ, എല്ലാവർക്കും സന്തോഷമാണോ. അപ്പോൾ നമുക്ക് എന്താ പറയാ, ഒന്നും ഇല്ലാത്ത ആ ഒരു ഇല്ലേ കൂട്ടപ്പറച്ചില് നിങ്ങൾക്ക് അറിയൂലേ, നമ്മളെ അയൽവാസികളും അതെ അയൽവാസികളും എല്ലാവരും കൂടി കൂടി നിന്നിട്ടുള്ള ആ സംസാരങ്ങളും ആ ഒരു സന്തോഷങ്ങൾ ഉണ്ടല്ലോ. അപ്പം നമുക്ക് നമ്മൾ ഇതൊന്നും ഒരു തടസ്സമാകരുത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് വീഡിയോസുകളൊന്നും അങ്ങനെ എടുക്കൂല. പക്ഷെ ചെറിയ ചെറിയ എന്തെങ്കിലും നോക്കട്ടെ, പക്ഷേ മാക്സിമം ഞാൻ എടുക്കൂലോ, ഒഴിവാക്കി വിടും. അപ്പോൾ ഏതായാലും ഞങ്ങളുടെ അങ്ങോട്ട് പോവാണ്. പിന്നെ നാളെ നമ്മൾ നബിദിനത്തിന് പോണ സമയത്ത് ലംബാസെ നമുക്ക് ഏതായാലും കളറാക്കാം പിന്നെ അല്ലേ. അപ്പോൾ നമ്മുടെ പരിമിതികളിൽ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പം ഏതായാലും അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും പോവാല്. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ ഗോയിങ് ടു തറവാട്. അപ്പോൾ ഏതായാലും ബാക്കി വീഡിയോ കാണാൻ പോകുന്നത് നാളത്തതായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ കേസ് നമ്മതാക്കണ നബിദിന റാലി കഴിഞ്ഞ് ഞാൻ ഇന്നലെ പിന്നെ നിങ്ങളോട് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പായസത്തിൻ്റെ ഒക്കെ കഴിഞ്ഞല്ലോ. പക്ഷെ പായസത്തെ ഞാൻ അപ്പം തന്നെ പറഞ്ഞില്ലേ, വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ നമുക്ക് അതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ റാലിയൊക്കെ കഴിഞ്ഞാണ്ട് ഇനി നമ്മൾ ചോറിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നാട്ടിലും നല്ല അടിപൊളി മഞ്ഞച്ചോറും അതുപോലെ ഇറച്ചിക്കൂട്ടം. എനിക്ക് തോന്നുന്നത് അതാണ് ഒരു വൈബില്ലുടെ സംഭവം. മഞ്ഞച്ചോറ് പണ്ടത്തെ ആ ഒരു ഫീലിംഗ് കിട്ടില്ലേ. അപ്ഡേറ്റ് ആയി. ഇപ്പൊ ബിരിയാണിയാണ് കേസ്, ചിക്കൻ ബിരിയാണിയാണ് കേസ് ഇപ്പൊ ഞങ്ങളെ നാട്ടിലുള്ളത്. ഇറച്ചിക്കറിയും അതെ. പക്ഷെ മഞ്ഞച്ചോറിന്റെ ഇറച്ചിക്കറിന്റെ ആ ടേസ്റ്റ് ഇല്ലേ, അതും പള്ളിയിൽ നേർച്ചക്കൊക്കെ കിട്ടുന്നത് അതുപോലെ നബിദിനത്തിന് കിട്ടുന്നത്, ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് വേറെ തന്നെ. പക്ഷെങ്കിൽ ഇവിടെ ചിക്കൻ ബിരിയാണിയാണ് കേസ് ഇപ്പൊ എല്ലാ വീട്ടിലും അല്ലേ. ഇതൊന്നും ഫുൾ അപ്ഡേറ്റ്. അതല്ല, പണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ചിക്കൻ ബിരിയാണി വീട്ടുകളിലൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞാല് എപ്പോഴെങ്കിലും ഒക്കെ ആയിരുന്നു. ഇപ്പൊ വെറഞ്ചോറ് കുറവാ, എല്ലായിടത്തും ചിക്കൻ ബിരിയാണി. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലും ഇപ്പം ചിക്കൻ ബിരിയാണിയാണ് കേസ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് റാലിക്കൊക്കെ പോയി സത്യം പറയുകയാണെങ്കിൽ കുഴങ്ങീക്കിന് അല്ലേ, കുഴങ്ങി. നല്ല ഇന്ന് മഴയില്ല അല്ലേ. റാലിക്ക് പോകുമ്പോ നല്ല വെയിൽ, അടിപൊളി വെയിലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇതാക്കണ ഇനി കലവറയിലേക്ക് പോവുകയാണ്. ഇനി നമ്മളെ ബാക്കി പരിപാടികൾ അവിടെ ആണ്. കൊടുത്തോ അല്ല, വിലൊക്കെ ചോറിനൊക്കെ അല്ലേ. ഞങ്ങള് ചോറിന് വന്നപ്പോ അതും കഴിഞ്ഞാണ് അതിന് തീരുമാനമായതുകൊണ്ട് വരുന്നുണ്ട്. അല്ല ഇത് കൊറേ ആളുണ്ട് കേട്ടോ, തെയ്യല്ലോ അല്ലേ. ഉണ്ടോ അത് വിചാരിച്ചോണല്ലോ, എല്ലാം കാണണ്ടല്ലോ. അല്ല ഇത് വീഡിയോ ആണ്, ഫോട്ടോ അല്ല. നിങ്ങൾ പറയുന്ന കയ്യിൽ കൊടുക്കണോണ്ട്. അല്ല ലൈവ് പോക. ശരിക്കും പഠിക്ക വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതല്ല കാണണ്ട്. ഇതീല പോര്. ഓ ഇതാ സുഖം കേട്ടോ, ഇതാ എടുത്തു കൊടുക്കാൻ സുഖം. കട്ടിങ്ങും സേവിങ്ങും ഒന്നുമില്ല, പുള്ളി അപ്പടിയ തുമാറക്കല്ല. ഹാപ്പി മീലാദ് ഓണാക്കിയോ. ഹാപ്പി മീലാദ്. റോഡ് ശ്രദ്ധിക്കാ. അപ്പൊ കേസ് നമുക്ക് ഇതാക്കണ പുതിയ കിട്ടിങ്ങായിട്ട് ഇതാക്കണ ഇന്ന് മുബാസിനുള്ള കയ്യിലുണ്ട്. ചെറിയ പുതിയ കൊണ്ട് റൈസ് മാത്രമേ അതിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പീസ് ഉണ്ടോന്ന് അറിയൂല. അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ടല്ലോ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾക്ക് 2 പൊതി കിട്ടിയതാണ്. മദ്രസിന്റെ അടുത്തുള്ളവർക്ക് നിങ്ങൾക്ക് അറിയാം, ടോക്കൺ ഉള്ളവർക്ക് 2 ബാക്കിയുള്ളവർക്ക് 1. അപ്പോൾ ടോക്കൺ ഉള്ളവർക്ക് വലുതായിട്ടുണ്ട് അതിന്. അവൻ പറഞ്ഞ അത് തെയ്യാണ്ടായപ്പോൾ പിന്നെ നമുക്ക് റൈസ് ആയാലും മതിയല്ലോ. പിന്നെ ചോറ് ബലൊക്കെ അങ്ങനെ കാത്തിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഇതാക്കാൻ പറ്റൂല. പിന്നെ ഉള്ള വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ. അപ്പോൾ ഇതാക്കുന്ന നമ്മുടെ പായസത്തിലുള്ള ചെമ്പ് ഇതാക്കുന്ന വീട്ടിലെത്തിക്കുന്ന പായസത്തിലുള്ള ചെമ്പ് കെക്കൽ പരിപാടികളൊക്കെ ഉണ്ട് ഇനി ചെയ്യാൻ. അപ്പോൾ ബെല്ലിനോട് പറയാ ചെമ്പ് കെക്കണം എടുക്കാൻ. അവൾക്ക് ഇത് എടുക്കുമ്പോൾ ഇത് കൈകി കിട്ടുമല്ലോ. അതിന് നിങ്ങൾ വേറെ ആളെ പോയി നോക്കണം വീഡിയോ എടുക്കണവരെ. എങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഇവിടുന്ന് ചെമ്പ് വെക്കണമല്ലേ. ഞാനൊന്നും കുടിച്ചില്ല. അപ്പോൾ അതായത് കൈകൊരു ചെമ്പ് വെക്കാന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഏതായാലും ഫുഡ് ഇതിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. ബാ സിനിമ പോയി ഫുഡ് കഴിച്ചു. അളിയാ ചോറ് കിട്ടീനല്ലേ. ഇവിടുന്ന് എല്ലാവരും വന്ന് ഞാൻ പായസം കുടിച്ചു പോയത്. നമ്മൾ ഈ റാലിക്ക് പോകുന്ന കുട്ടിക്കൊക്കെ പിന്നെ സാധനം കിട്ടുമല്ലോ. സൈഡിൽ നിൽക്കുന്നവർക്ക് അങ്ങനെ കിട്ടൂലല്ലോ. അപ്പോൾ ഓൾക്ക് ആണ് നമ്മൾ കൊടുക്കല്ലോ ഇവിടുന്ന് സാധാരണ. അപ്പോൾ റോഡ് കൂടെ പോണ കുട്ടിയൊക്കെ എല്ലാവരും കൊടുക്കണവരുണ്ടാവും. സൈഡിൽ നിൽക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കും. ഓലും വെയിൽ കൊണ്ട് നിൽക്കുകയാണല്ലോ ചെയ്യുക.
ഓൽക്കുള്ള പായസമാണ് ഇവിടുന്ന് കൊടുക്കല്. ഇനി ഏതായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം. ഓക്കെ ഗൈസ്, ഒരൊറ്റ മൈക്കുകൾ ഇത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഏതായാലും നമ്മൾ ഇതാക്കണം. ഇവിടെ ചോറ് ഇതാ കിട്ടിയത്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കുറേ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞില്ലേ, ചോറ ഇതാ വേറെ ചോറ് അങ്ങ് കാണിച്ചതാ അങ്ങോട്ടേക്ക് ഒളിപ്പിച്ച. ഇത് ആരും ഒളിപ്പിച്ച ചെയ്യല്ലോ, ഏതോ ഒരു മുത്തം ഒളിപ്പിച്ച് വെച്ചാണ് അത്. ആരുതാന്ന് അതാ അന്നൊക്കെ പറയാ. ഇപ്പൊ തന്നെ പറയാ ചോറ് അടിപൊളി പരിപാടി ഇല്ലതിനോ. പാട്ടും ബെയ്ത്തും കാര്യങ്ങളും പിന്നെ മഴയില്ലല്ലോ. എന്റെ എവിടാ കാണിക്ക് അത് കുറേ ആൾക്കാർ ഇങ്ങനെ നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കാണ് മൊത്തത്തിൽ എല്ലാവരോടും ഇങ്ങനെ ചിരിച്ച് നിൽക്കാന്നല്ലാണ്ട് ഒരാളോട് മാത്രം ചിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. ഇവിടെ വന്നീനോ ആൾക്കാര്? മുട്ടായി ഞാൻ പിന്നെ ആ കൈ പിടിച്ച് ഞാൻ തുണിയാണല്ലോ എടുത്തത്. ഇതിന് പോക്കറ്റും ഇല്ല. ഇത് ഞാൻ തുണി അടിച്ച് എനിക്കാണെങ്കിൽ മോളെ ഞാൻ പറയില്ല, അതില്ലാതെ ഞാൻ പറയില്ല. ശീലല്ലല്ലോ, സത്യോ ശീലല്ലായിട്ട് ഞാനാകെ ഇതുമായിട്ട് ഇങ്ങനെ കുടുങ്ങുക. തുണിയായിട്ട് ബെൽറ്റ് കെട്ടിയൊന്നും വേണ്ട, സാധനം നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നടുക്കുമ്പോൾ ഇങ്ങനെ തട്ടി ഇങ്ങനെ കളിക്കുക, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതായാലും കേസ് നമ്മളെ പൊതി ഇതാക്കണം. ഇനി നമ്മൾ ചോറും തിന്നു നോക്കിയാലും മസാല ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഞാനേതായാലും കിട്ടിയ അങ്ങനെ അങ്ങോട്ട് എടുത്തതാണ്. അശ്വ ഞാൻ അതിൻ്റെ അടുക്ക് റാലി കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ വീടിൻ്റെ മുന്നേ എത്തുമ്പോൾ ഞാൻ ഇവിടെ നാട്ടിൽ മദ്രസക്ക് എടുത്തിരുന്നു. ഇവിടെ ഉക്കത്തൊന്നും ഇറങ്ങുന്നില്ല, ഇവിടെ തന്നെ നിന്നിട്ട്. ഏതായാലും കിച്ചണൊക്കെ നാശമായി കിടക്കുകയാണ്. പിന്നെ അവിടെ പരിപാടികളും കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ കിച്ചൺ നാശമാവുന്നുള്ളത് ഇല്ല, കിച്ചൺ അതേല്ല നാശമായി കിടക്കുകയാണ്. ഇതിൽ ജസ്റ്റ് കാണുന്നുണ്ട്, അതിനെക്കൊണ്ട് ഞാൻ പറഞ്ഞതാ. അപ്പോൾ ഏതായാലും നമ്മൾ കഴിക്കല്ലോ, കഴിച്ചിട്ട് നോക്കാം എന്താണ് അവസ്ഥ എന്ന്. അപ്പോൾ മസാല ഒക്കെ ഉണ്ട്, സെറ്റാണ് സാധനം. ഏതായാലും നമ്മൾ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടോ എന്ന് കൂടി നോക്കിയാൽ മതി. ടേസ്റ്റ് ഇല്ലെങ്കിൽ അതെ ആടെ കിട്ടിയോ? അപ്പൊ അടുത്ത പൊടി ഇപ്പൊ കൊണ്ടുവച്ചാണല്ലോ. ഇനി ആർക്കും ചെയ്യാണ്ടായി പോയാൽ അതിലൊന്നും എടുത്തു കൊടുക്കാൻ. ഓക്കെ, അപ്പം ഏതായാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരോടും കൂടിയിട്ടുള്ളവർ കഴിക്കാം. ക്ഷമ എല്ലാം ഇതിലേക്ക് ചെയ്യണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഒരു മൂത്തന്മാർ കൊണ്ടാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലോ എല്ലാം കൊടുക്കാനില്ല. അപ്പോൾ ഏതായാലും കഴിക്കലാല് ഇല്ല കേട്ടോ, ഒഴിച്ചാല് പോട്ടെ ഒന്ന് പറ വരുന്നാല് കഴിക്കുക. ഇതില്ലേ ചെമേ നല്ല ചിക്കൻ അടിപൊളിയാണ്. ബീഫ് കൂടി ആണെങ്കിൽ ഒന്നുകൂടി ലെവലായിട്ട് മാറിയ. ഇതിൽ ബീഫ് ഉണ്ടോ? ആണോ? ചിക്കൻ ബിരിയാണി എന്നല്ലേ പറഞ്ഞവര്? ബീഫാണ് കേട്ടോ. എന്നാല് ചിക്കനോ ചെമേതാ അങ്ങനെ. ഇന്നോട് പേര് പറഞ്ഞ് ചെക്കന്മാരൊക്കെ വിചാരം ചിക്കനാന്നാ. ഓ സോറി കേസ്, ബീഫാ. ഇപ്പോൾ ഓക്കെ ആയി. എനിക്ക് അറിയില്ല ഇനി അങ്ങനെ ആണെന്ന്. അല്ല എനിക്കിപ്പോൾ ടേസ്റ്റ് കൂടും. എന്താ അറിയോ? അതല്ല, ഞാൻ ചിക്കനാണെന്ന് പ്രതീക്ഷിച്ച് ഞാൻ കൈ കുത്തിയ ബീഫാണല്ലോ. അപ്പം എന്തായാലും ഒന്ന് കൂടുതൽ ടേസ്റ്റ്. ഇപ്പം റെഡിയായി, നൈസ്. ഇപ്പം വൃത്തിയായി, ബസ്സായി. നിങ്ങൾ പാലും ചായ, ഞാൻ പച്ചവെള്ളം കുടിച്ചു പോയതാ. ഇല്ല കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ പാട്ട് പരിപാടികളൊക്കെ ഇന്നലെ കഴിഞ്ഞു അല്ലേ? പിന്നെ ചില സ്ഥലത്തൊക്കെ നാളാന്ന് തോന്നുന്നു, സൺഡേ ആണെന്ന് തോന്നുന്നു പരിപാടികൾ. ഇവിടെ ഇപ്പം എങ്ങനെയാണ്? അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാ നാളെ മുബാസിനുള്ള പൊതി ഞാൻ വാങ്ങി കൊടുത്തു. കാരണം മുബാസിലവിടെ കുറേ ആൾക്കാരുണ്ട്. അതിനെക്കൊണ്ട് എനിക്കൊരു പൊതി കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് അത് ഞാൻ വിനോദം കൊടുത്ത്. ഒരു മസാല ഉള്ള വലിയ പൊതി ഉണ്ടായിരുന്നു. സാധനങ്ങളുള്ള നമുക്ക് ടോക്കണില്ല ആ പൊതി ഞാൻ അവനോട് കൊടുത്ത്. ഞാൻ ചെറിയ പൊതി എടുത്താൽ കഴിഞ്ഞാൽ. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാ നാളെ കാണാം ഗൈസ്. ബൈ ബൈ, ടാറ്റാ.